ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കുറച്ച് PSC ടിപ്സുകളാണ്. ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നതുമായ കുറച്ച് ടിപ്സുകളാണ്. അപ്പം ഞാൻ ഇപ്പോൾ LGS എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാമിനും ചെയ്യുമ്പം എങ്ങനെയാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ പോർഷൻസിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പം അടുത്തടുത്ത് ഒരുപാട് എക്സാംസ് വരും, അതിനെല്ലാത്തിനും സെപ്പറേറ്റ് നോട്ടാണോ ഞാൻ തയ്യാറാക്കുന്നത്, അതുപോലെ എന്നും ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടോ, അതുപോലെ PYQ എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ PSC പഠനത്തിൽ എത്തുമ്പോഴത്തേക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവരായിരിക്കും. എങ്കിലും 2027 തന്നെ നമുക്കൊരു ജോലി എന്നുള്ളത് നമ്മുടെ സ്വപ്നമാക്കി മാറ്റിക്കൊണ്ട്, സ്വപ്നം എന്ന് പറയുമ്പം അതിനുവേണ്ടി കുറച്ചധികം കഷ്ടപ്പെട്ട് തന്നെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നൊരു മൈൻഡ് സെറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കൺസിസ്റ്റൻസി നിലനിർത്താൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ പ്രശ്നം വന്നാലും 1 മണിക്കൂറെങ്കിലും ഡെയിലി ഞാൻ പഠിച്ചിരിക്കും. ഇപ്പം എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഞാൻ റിവിഷൻ ആയിരിക്കും ബെറ്റർ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകും ആ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എനിക്ക് ജോലി കിട്ടിയായിരുന്നോന്ന്. ഇല്ല, സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് നാളായി ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട്. പക്ഷേ എങ്കിൽ ഈ PSC എന്ന് പറഞ്ഞ ഈ ഒരു ട്രാക്കിൽ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ചധികം ടൈം എടുത്തു എന്ന് തന്നെ പറയാം. ഇതുപോലെ ഞാൻ ഓരോ വീഡിയോയും കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യവും ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്ത് നോക്കും. പക്ഷെ പല മെത്തേഡുകളും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ യൂസ് ചെയ്ത് അപ്പോൾ എനിക്ക് ഏതാണോ എന്നെ കൊണ്ട് പറ്റുന്നത് ആ മെത്തേഡ് ഇപ്പം PYQ പഠിക്കാൻ ഞാൻ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തു. ആ ഒരു മെത്തേഡില് PYQ പഠിച്ചപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്നു എന്ന് തോന്നിയോണ്ട് ഞാൻ ആ മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവരും ഈ മെത്തേഡ് ആയിരിക്കണം ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേങ്കിൽ ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ടൊരു മെത്തേഡ് തോന്നിയോണ്ട് ഞാൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തു. ഏത് മെത്തേഡ് എന്ന് വെച്ചാൽ, ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പോർഷനിൽ നിന്നാണോ വരുന്നത് ആ പോർഷൻ ഫുള്ള് കംപ്ലീറ്റ്ലി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മെത്തേഡ്. അപ്പം പിന്നെ ഞാൻ ഡെയിലി PYQ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്കാകെ 10 മാർക്കൊക്കെ ആ PYQ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുവിധം ഒരു 70 മാർക്കെങ്കിലും മിനിമം എനിക്ക് ആ ഓരോ PYQനും കിട്ടുന്നുണ്ട്. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ PYQ രണ്ടാമത്തെ ഒരു മെത്തേഡായിട്ട് ഞാൻ ചൂസ് ചെയ്ത ഒന്നാണ്. മൂന്നാമത്തെ മെത്തേഡ് നോട്ട് പ്രിപ്പറേഷൻ. ഓരോ എക്സാമിനും സെപ്പറേറ്റ് ആണോ നോട്ട് തയ്യാറാക്കുന്നു എന്നുള്ളത് ഒരിക്കലുമില്ല. ഞാൻ ഇപ്പം എൻ്റെ പഴയ നോട്ട് കാണിക്കാം. ഏത് എക്സാം വന്നാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പഴയ നോട്ടായിരിക്കും. അപ്പം ഈ നോട്ടിൽ വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഞാൻ ഫസ്റ്റ് എഴുതിയ നോട്ടാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ വരുന്ന നോട്ടുകൾ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് എഴുതിയ നോട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒരുപാട് തവണ ഈ നോട്ട് റിവിഷൻ ചെയ്തിട്ട്. കാരണം നമ്മൾ സെപ്പറേറ്റ് ഓരോ എക്സാമിന് ഇത് തന്നെ എഴുതിക്കൊണ്ടിരുന്നാൽ നമ്മളെ ടൈം പോകത്തേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് ഞാൻ ആഡ് ചെയ്ത നോട്ടുകളാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് അതിൽ പിന്നെ സ്പേസ് തീർന്നപ്പം ഞാൻ പിന്നെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ സിലബസ് ഒന്ന് പഠിച്ച സമയത്ത് ഞാൻ ഇതുപോലെ നോട്ട് ഇങ്ങനെ ജസ്റ്റ് പേപ്പറിൽ എഴുതി ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ മൂന്നാമത് ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഏതൊരു ഇതിലും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ PYQ എഴുതി പഠിക്കുന്നതാണ്. സോ ഇത് ഖാദി ബോർഡ് LDC വന്ന സമയത്ത് ഞാൻ എഴുതിയ PYQകളാണ്. ആ PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് മാത്രമേ ഉള്ളൂ. ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുന്നൊന്നുമില്ല. അത് കണക്ക് PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് എഴുതിയാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പം എന്നിട്ട് എക്സ്ട്രാ എനിക്ക് പോയിന്റ്സ് ആഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് ഈ ഇടയ്ക്കുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഇത് ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ച നോട്ടാണ്. സോ അങ്ങനെയും ഞാൻ പഠിക്കുന്നുണ്ട്. ഇത് നാലാമത്തെ മെത്തേഡ്. പിന്നെ അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് SCRT പഠനമാണ്.
സോ SCRT ചാപ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ച് ഓരോ ചാപ്റ്ററും ഞാൻ എഴുതി നോട്ട് പ്രിപ്പറേഷൻ ചെയ്താണ് പോകുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കും. ബട്ട് ആ നോട്ട് കാണിക്കാം. ഇതുപോലെ എഴുതി ഓരോ നോട്ടും ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. സോ ഇത് SCRTയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ PSC എക്സാമുകളിൽ വളരെ വലുതാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഞാൻ ഈ എഴുതിയിരിക്കുന്ന ചാപ്റ്ററിൽ തന്നെ ഒരു എക്സാമിന് എനിക്ക് 5-6 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പത്രങ്ങൾ കാര്യം അതുപോലെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ഈ ഒരു SCRT ഞാൻ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് പഠിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ പക്ഷേ പഠിച്ചല്ലേ പറ്റുള്ളൂ. അതിന് ഞാൻ ചെയ്ത ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 2024 2025 ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും ഞാൻ ജസ്റ്റ് എഴുതി പോകും. കാരണം കറണ്ട് അഫേഴ്സ് ഈ ഒരു 2 വർഷത്തെ കറണ്ട് അഫേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ അത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി പോയി തുടങ്ങിയത്. പിന്നെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടോപ്പിക് അനുസരിച്ച് പഠിക്കും. കാരണം നൊബേൽ പ്രൈസ് പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പത്മഭൂഷൺ അവാർഡ്സുകൾ ഞാൻ ഇത് പഠിക്കാറുണ്ട്. ടോപ്പിക് എഴുതും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ എനിക്ക് ചില ദിവസം കാണുന്നു എന്നുണ്ട്, അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണൊക്കെ ഡെയിലി ടോപ്പിക് കണക്ക് ഓരോന്നും അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫേഴ്സ് കണക്ക് ഞാൻ എഴുതി പോവുകയും ചെയ്യുന്നുണ്ട്. അതാണ് കറണ്ട് അഫേഴ്സിനെ കുറിച്ച് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ. പിന്നെ വേറെ ഞാൻ എന്ത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി മോക്ക് ടെസ്റ്റ് ഞാൻ നടത്തും. ഇതുപോലെ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ഒരു OMR ബുക്ക്ലെറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. OMR ബുക്ക്ലെറ്റ് വഴിയാണ് ഞാൻ നെക്സ്റ്റ് ഇത് ചെയ്യുന്നത്. അത് 4ാമത്തെ മെത്തേഡ്. പിന്നെ 5ാമത്തെ മെത്തേഡ് റാങ്ക് ഫയൽ യൂസ് ചെയ്യണമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റാങ്ക് ഫയൽ എനിക്ക് ഇങ്ങനെ റിവിഷനോ എന്തെങ്കിലും നോക്കിയിട്ട് പോർഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയലിനെ യൂസ് ചെയ്തായിരിക്കും തന്നെയാണ് പഠിക്കുന്നത്. അതിനുശേഷം ഞാൻ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തും പഠിക്കും. പക്ഷേ എങ്കിലും കുറച്ച് അടിസ്ഥാന പോയിന്റുകൾ ഞാൻ ഇതിനെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓരോ ടോപ്പിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് മാത്സ് പഠിക്കുന്നത്. മാത്സ് പഠിക്കാൻ ഓരോ ടോപ്പിക് എടുത്ത് ഇപ്പം യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഓരോ ക്ലാസ് ബേസ് ചെയ്ത് വീഡിയോസ് കാണും. സോ അങ്ങനെയും ഞാൻ പഠിക്കണമുണ്ട്. അപ്പം ഒരുപാട് പേരുടെ ഈ ഒരു ട്രാക്കിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്തിപ്പെടാൻ എനിക്ക് കുറച്ചധികം ടൈം എടുത്തു. അതിനുശേഷം ഞാൻ എഴുതിയ എക്സാംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. സോ പ്രിലിംസ് ഒക്കെ കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. ആ ഒരു റേഞ്ചിലോട്ട് എത്തിപ്പെട്ടു. പിന്നെ ഈ LGS പഠിക്കുമ്പോൾ സയൻസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പം ഞാൻ +1 കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സാണ് എടുത്തത് +1 മുതൽ. അപ്പോൾ എനിക്ക് സയൻസിനോട് വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബയോളജി എനിക്ക് പിന്നും പോകും. ബയോളജി എന്ന് പറയുന്നത് അടിസ്ഥാന കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നും അറിയാൻ തോന്നുന്നു. ബാക്കി ഫിസിക്സും കെമിസ്ട്രി എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. ബയോളജി ഏകദേശം അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു നോട്ട് എടുത്തിട്ട് ഓരോ ടോപ്പിക്ക് ബേസ് എഴുതി പോയാണ് പഠിക്കുന്നത്. അതെനിക്ക് യൂസ്ഫുള്ളായി. ഈ ഒരു മെത്തേഡാണ്. നമ്മൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആ ഒരു പോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എടുത്തെടുത്താണ് പഠിക്കുന്നത്. സോ ഇപ്പത്തും അത് തന്നെ. ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അറിയാം, ഇപ്പോൾ സയൻസ് ടോപ്പിക്കൊക്കെ എടുത്ത് പഠിച്ചവർക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. സോ അത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ആ PSCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ LGS എക്സാമിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പം അതിൻ്റെ ബേസ് ഇപ്പം ഡിഗ്രി ലെവൽക്കാർക്കും കൂടെ എഴുതാൻ പറ്റണോണ്ട് അതിൻ്റെ ബേസ് കൂട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം ഒരു LDC ലെവലിനൊക്കെ നമ്മൾ പഠിച്ചു പോയാൽ മാത്രമേ LGS നമുക്ക് കവറപ്പ് ചെയ്ത് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ LGS പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണ കണക്ക് പഠിച്ചാൽ ഒരിക്കലും നമുക്കിപ്പം കയറാൻ പറ്റത്തില്ല. എല്ലാവരുടെയും പ്രശ്നം അതാണ്. LGS എന്ന് പറയുമ്പം അത്രയും ലോ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ പഠിക്കുക കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ LGS സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ഞാൻ ഈ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നെപ്പോലെ പലർക്കും
എങ്ങനെ പഠിച്ച് തുടങ്ങണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇത് പഠിക്കണമെന്ന് അറിയത്തില്ല. സോ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഒക്കുന്ന സഹായം നിങ്ങൾ ആ ഒരു രീതിക്ക് ഒരാൾക്കെങ്കിലും പഠിക്കാൻ പറ്റിയാൽ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം.